സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം സർക്കാർ പരിപാടികളൊക്കെ റദ്ദാക്കി ഉല്ലാസയാത്രയിലാണ്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് മുഖ്യൻ നായകനായി അരങ്ങേറാവുന്ന ഉല്ലാസയാത്ര നടക്കുന്നത്. ഇതിനായി ചിലവഴിക്കുന്നത് ഖജനാവിലെ പണമോ അതോ സ്വന്തം പണമോ എന്നറിയാറായിട്ടില്ല. എന്തായാലും മുഖ്യൻ അതിഗംഭീര ടൂറിൽ തന്നെയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യ കമലയും കൊച്ചുമകനുമുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും 5 ദിവസം മുമ്പ് വിദേശത്തേക്ക് യാത്ര തിരിച്ചിരുന്നു. UAEയിലേക്കായിരുന്നു ആദ്യ യാത്ര. ഇന്നലെ അവർ ഇരുവരും ഇന്തോനേഷ്യയിലേക്ക് എത്തി. വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്രയാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തെ മുഖ്യമന്ത്രിയും മന്ത്രി റിയാസും അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന ഗവർണറെ മുഖ്യന്റെ ടൂർ വിവരം അറിയിച്ചിട്ടില്ല. മുഖ്യന്റെ ടൂർ തകർക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ ഗതി കിട്ടാതെ 15 ലക്ഷം ജീവിതങ്ങളെ കെട്ടിവച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ ഗതി കിട്ടാതെ കെട്ടിക്കിടക്കുന്നത് 15 ലക്ഷം ഫയലുകളാണ്. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞത് കേട്ട് വഞ്ചിക്കപ്പെട്ടവരുടേതാണത്. അതിനാലാണ് പറഞ്ഞത് 15 ലക്ഷം ജീവിതങ്ങളെ കെട്ടിവെച്ചിട്ടാണ് പിണറായി മുഖ്യന്റെ ഉല്ലാസയാത്ര നടക്കുന്നത്. പ്രസംഗിക്കുമ്പോൾ വീമ്പിളക്കുന്ന തള്ളിന് പിണറായി ഒരു കുറവും വരുത്താറില്ല. തള്ളിവിടുമ്പോൾ അങ്ങ് ഗോകർണത്തെത്തും വരെ പിണറായി തള്ളാറുണ്ട്. എന്നാൽ സംഗതി മിക്കതും നടക്കാറില്ല. ഫയൽ തീർപ്പാക്കൽ യജ്ഞങ്ങൾ പലകുറി നടന്ന ശേഷമാണ് 15 ലക്ഷം ഫയലുകൾ ഗതി കിട്ടാതെ കെട്ടിക്കിടക്കുന്നത്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വലിയ തള്ള് നടത്തിയിരുന്നതാണ്. കൃത്യമായി 14,88,000 ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ ഗതി കിട്ടാതെ കെട്ടിക്കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരും അതിശയിക്കേണ്ട. എല്ലാ വകുപ്പുകളിലും ഫയലുകൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. റവന്യൂ, പൊതുഭരണം, ആരോഗ്യം, പോലീസ്, തദ്ദേശ സ്വയംഭരണം, പൊതുവിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗം, ഉന്നത വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത്. നവകേരള സദസ്സിന്റെ തയ്യാറെടുപ്പിനായി മന്ത്രിമാരുടെ ഓഫീസുകളും ജീവനക്കാരും തിരക്കിലായപ്പോൾ ഫയൽ നോട്ടം മന്ദഗതിയിലായെന്നാണ് ഇതേപ്പറ്റി ആക്ഷേപമുയർന്നപ്പോൾ ന്യായവാദം പറഞ്ഞത്. സത്യത്തിൽ ഇതൊരു ശരിയായ കാരണമല്ല. നവകേരള സദസ് ഇതാദ്യമായാണ് നടത്തിയത്. അതിനു മുമ്പും ഫയലുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുകയായിരുന്നു. ഫയലുകളിൽ തീർപ്പും കല്ലിക്കാനുള്ള കാലതാമസത്തിനും പല കാരണങ്ങളാണ് ആരോപണങ്ങളായി ഉയരുന്നത്. ഫയൽ തീർപ്പാക്കുന്നത് വൈകിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് അധികാര കേന്ദ്രീകരണം തന്നെയാണ്. മറ്റൊന്ന് സെക്രട്ടേറിയറ്റിൽ മിക്ക വകുപ്പുകളിലും യൂണിയൻ നേതാക്കൾ പണിയെടുക്കുന്നില്ല എന്നതാണ്. ചില യൂണിയൻ നേതാക്കളും അവരുടെ പിമ്പുകളും മിക്ക ദിവസങ്ങളിലും യൂണിയൻ പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സെക്രട്ടേറിയറ്റിൽ ഇവരെ കാണാനും താൽപര്യങ്ങൾക്കനുസൃതമായ ഫയലുകൾ നീക്കാനും വരുന്നവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ പോലും ഇവർക്ക് സമയം തികയുന്നില്ല. കൃത്യമായി ഒപ്പിട്ട് മാസശമ്പളം ഉറപ്പാക്കാൻ ഇവർ മറക്കാറില്ല. പക്ഷേ മേശമേൽ കെട്ടിവച്ചിരിക്കുന്ന ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങൾക്ക് ശാപമോക്ഷം കൊടുക്കാൻ ഇവർ മിനക്കെടാറില്ല. അതിനവർക്ക് സമയവുമില്ല. ഫയലിന് പിറകെ നടക്കാൻ സ്വാധീനമുള്ളവർ ഉണ്ടെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ഫയലിൽ തീർപ്പ് കല്ലിക്കപ്പെടുന്ന സംഭവങ്ങൾ മാത്രമാണ് യഥാസമയം നടക്കുന്നത്. എല്ലാ ഫയലുകളും ഏറ്റവും മുകൾ നിരയിൽ നിന്നും ഉദ്യോഗസ്ഥർ കണ്ടിരിക്കണമെന്ന നിലവിലുള്ള രീതിയിൽ മാറ്റം ഉണ്ടാവാതെ നിലവിലുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. സാമ്പത്തിക ബാധ്യത വരാത്ത പ്രശ്നങ്ങളിൽ താഴെത്തട്ടിൽ തന്നെ ഫയലുകൾ തീർപ്പാക്കാനുള്ള അവകാശം ഉദ്യോഗസ്ഥർക്ക് നൽകണം. ഏതു വകുപ്പിലേക്കും അയക്കാവുന്ന ഫയലുകൾ നിശ്ചിത ദിവസം കഴിഞ്ഞ് തിരിച്ചയക്കാതിരുന്നാൽ അത് വൈകിപ്പിച്ച ഉദ്യോഗസ്ഥന് ഫൈൻ ചുമത്തുന്ന സമ്പ്രദായവും കൊണ്ടുവരികയാണ് വേണ്ടത്. മിക്ക സംസ്ഥാനങ്ങളിലും ഈ ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. ഉത്തരവാദിത്തമെടുത്താൽ തീരുമാനം സ്വന്തം തലയിൽ വരുമോ എന്ന അനാവശ്യമായ ചോദ്യങ്ങൾ എഴുതി ഫയൽ മുകളിലേക്കും താഴേക്കും ഷട്ടിൽ കളിക്കും പോലെ തട്ടിക്കളിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ളത് സെക്രട്ടേറിയറ്റിലാണ്. ട്രേഡ് യൂണിയനുകൾ തെറ്റായ കാര്യങ്ങൾക്ക് പോലും നൽകുന്ന പിന്തുണയും സഹായവുമാണ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥ രംഗം ഇപ്പോഴത്തെ പോലെ കുത്തഴിക്കാൻ കാരണമാകുന്നത്. ജോലി ചെയ്യാത്തവർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോയാൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ പോലും തീർപ്പായി പറക്കും. അതിന് വിലങ്ങുതടിയാവുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷ യൂണിയനുകളാണ്. CPM, CPI ഉൾപ്പെടെ ഭരണപക്ഷ പാർട്ടികൾ നേതൃത്വം നൽകുന്ന യൂണിയനുകളാണ് സെക്രട്ടേറിയറ്റിൽ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്. ഭരണ സ്വാധീനമാണ് ഈ തെറ്റായ പ്രവണതയ്ക്ക് അവർ ദുരുപയോഗപ്പെടുത്തുന്നത്.
മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരണം 2 യജ്ഞങ്ങൾ നടന്നെങ്കിലും ഫയൽ മല ഇനിയും സെക്രട്ടേറിയറ്റിൽ തീർന്നിട്ടില്ല. ഇനി മൂന്നാമതൊരു യജ്ഞം നടത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ചീഫ് സെക്രട്ടറി നടപടി തുടങ്ങിയിരിക്കുകയാണ്. 2019-ലും 2022-ലും നടത്തിയ യജ്ഞങ്ങൾ ലക്ഷ്യം കണ്ടില്ലെന്നും മാത്രമല്ല തീർത്തും പൊളിഞ്ഞു. മൂന്നാം യജ്ഞം ലക്ഷ്യം കൈവരിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് പതിനായിരങ്ങൾ. ഇതും തള്ളിമറിക്കുമോ എന്നും ഫലം കാണുമോ എന്നും കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു.